ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൊബൈലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സൗണ്ട് ബാറിനെ സംബന്ധിച്ചോ ഒരു വീഡിയോ അല്ല ഇത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു കാറിനെ കുറിച്ചാണ്. എന്നാൽ ഇതൊരു സാധാരണ കാർ റിവ്യൂ വീഡിയോ അല്ല. ഇന്ത്യയിലൊരു കാർ സ്വന്തമാക്കണമെന്നുള്ള പലരുടെയും ആഗ്രഹം തുടങ്ങുന്നത് തന്നെ മാരുതിയിൽ നിന്നുമാണ്. ആ മാരുതിയിൽ നിന്നും ഇന്ത്യൻ റോഡുകൾ കീഴടക്കാനെത്തിയിരിക്കുന്ന മറ്റൊരു വാഹനമാണ് ഈ വിറ്റാര ഇലക്ട്രിക് കാർ. ഈ വീഡിയോയിൽ മറ്റാരും പറയാത്ത ചില എക്സ്ക്ലൂസീവ് ടെക്നിക്കൽ വിവരങ്ങളാണ് ഈ വിറ്റാരയെക്കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പല ഇലക്ട്രിക് കാറുകളും അത് നിലവിലുള്ള പെട്രോൾ വാഹനങ്ങളുടെ ബോഡി മാറ്റി നിർമ്മിച്ചവയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ വിറ്റാര. ഇതൊരു ബോൺ EV ആണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെർടെക് ഈ പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചില പ്രധാന ഗുണങ്ങൾ നോക്കാം. മറ്റ് കാറുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് പ്ലാറ്റ്ഫോം ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഇൻറ്റീരിയർ സ്പേസും നല്ല ലെഗ് റൂമും ലഭിക്കുന്നു. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് അത് 2700 mm ആണ്. ഹൈ ടെൻസൈൽ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ യാത്രക്കാരുടെയും ബാറ്ററി പാക്കിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ബാറ്ററി പാക്കിന് വേണ്ടി ഷോക്ക് അബ്സർബിംഗ് മൗണ്ടിങ്, കൂടാതെ അപകട സമയത്ത് ഇമ്പാക്റ്റ് ഫോഴ്സ് ശരിയായി വിതരണം ചെയ്യാൻ സഹായിക്കുന്ന മൾട്ടി ലോഡ് പാത്തുകൾ പോലുള്ള നിരവധി അഡ്വാൻസ്ഡ് സേഫ്റ്റി സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ആദ്യമേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ പോകും? ഈ വിറ്റാര 2 ബാറ്ററി ഓപ്ഷനിൽ ലഭ്യമാണ്. 49 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലും 61 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലും. 49 കിലോ വാട്ട് മോഡൽ ഏകദേശം 440 കിലോമീറ്റർ റേഞ്ച് നൽകും. ഇനി 61 കിലോ വാട്ട് മോഡലാണെങ്കിൽ അത് ഏകദേശം ഒരു 543 കിലോമീറ്റർ റേഞ്ച് നൽകും. ഇത് വളരെ ഇംപ്രസീവ് അല്ലേ? ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 5.2 മീറ്റർ ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഗരത്തിലെ ട്രാഫിക്കിലും ഹൈവേയിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഓടിക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിൽ ആളുകൾക്ക് ഏറ്റവും ആശങ്കയുള്ളത് ബാറ്ററി സേഫ്റ്റിയെ കുറിച്ചാണ്. എങ്കിൽ ഇവിടെ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ടെസ്ല കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ബ്ലേഡ് സെൽ ടെക്നോളജിയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. ഇത് വളരെ സുരക്ഷിതമാണ്. കൂടാതെ ആയിരക്കണക്കിന് ചാർജ് ഡിസ്ചാർജ് സൈക്കിളുകൾ കൈകാര്യം ചെയ്യാനും ഇതിന് കഴിയും. തണുത്ത പ്രദേശങ്ങളിൽ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയുന്ന പ്രശ്നമുള്ളത് നമുക്കറിയാം. ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ പോലെ തണുത്ത പ്രദേശങ്ങളുള്ളതിനാൽ -30°C മുതൽ 60°C വരെയുള്ള താപനിലയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ബാറ്ററി തീയിൽ വെച്ചാലും പൊട്ടിത്തെറിക്കാത്ത വിധം പരീക്ഷിച്ചിരിക്കുന്നു. വാട്ടർ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ് എന്നിവയും വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് ബാറ്ററി സുരക്ഷയുടെ മൗണ്ട് എവറസ്റ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാ ടെസ്റ്റുകളും വിജയകരമായി പാസ്സായിട്ടുണ്ട്. EMC ടെസ്റ്റ്, ഡൈനോ ടെസ്റ്റ്, സാൾട്ട് വാട്ടർ പിറ്റ് ടെസ്റ്റ്, സാൾട്ട് വാട്ടർ ചേംബർ ടെസ്റ്റ് തുടങ്ങി നിരവധി കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളും ഇത് വിജയകരമായി കടന്നുപോയിട്ടുണ്ട്. ഈ വിറ്റാരയിൽ 7 എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. അതായത് സാധാരണ നൽകുന്ന 6 എയർ ബാഗുകൾ കൂടാതെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നീക്ക് കൂടി ഇവിടെ ഒരു എയർ ബാഗ് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മാരുതി തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഒരു ചെറിയ കാര്യം പോലും വളരെ ശ്രദ്ധയോടെ മാരുതി പരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ വാഹനത്തിൻ്റെ ഡോറുകൾ 45,000 തവണ തുറന്നും അടച്ചും മാരുതി പരീക്ഷിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ അഡാസിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ലെവൽ 2 അഡാസാണുള്ളത്. കൂടാതെ ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ട്യൂൺ ചെയ്താണിത്. അഡാസ് പ്രകടനം മെച്ചപ്പെടുത്താൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഡീഫോഗർ സൗകര്യവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം 360 ഡിഗ്രി വ്യൂ ക്യാമറയും ഉണ്ട്.
ഇത് കണ്ട 24 hours നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഇവിടെ SOS സൗകര്യമുണ്ട്. ഇതൊന്ന് അമർത്തി കഴിഞ്ഞാൽ മാരുതിയുടെ കസ്റ്റമർ കെയറിൽ ഇത് കണക്റ്റ് ആവും. പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് വയർലെസ് ചാർജിങ് സൗകര്യവും ഇതിലുണ്ട്. സീറ്റിംഗ് കംഫർട്ടിനായിട്ട് 10-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും പിന്നിലെ സീറ്റുകൾക്ക് 10 സ്റ്റെപ്പ് റിക്ലൈൻ സൗകര്യവും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ AC ഓൺ ചെയ്യാനും ഡോറുകൾ ലോക്ക് ചെയ്യാനും സാധിക്കും. ആകെ 60-ലധികം കണക്റ്റഡ് ഫീച്ചറുകൾ ഇതിലുണ്ട്. ഈ വിറ്റാര വാങ്ങുന്നവർക്ക് മാരുതിയിൽ നിന്ന് വളരെ വലിയൊരു സർപ്രൈസ് കൂടിയുണ്ട്. ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന സ്കീമിലൂടെ ബാറ്ററി വാങ്ങാതെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഈ വിറ്റാര നിങ്ങൾക്ക് സ്വന്തമാക്കാം. അങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് വില ഏകദേശം 10.99 ലക്ഷം രൂപയാണ്. ബാറ്ററിയുടെ ഉപയോഗത്തിന് കിലോമീറ്ററിന് 3.99 രൂപ മാത്രം നൽകിയാൽ മതിയാവും. പിന്നെ പൂർണ്ണമായിട്ടും ബാറ്ററിയോട് കൂടി വാങ്ങുകയാണെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് 15.99 ലക്ഷം രൂപയാവും. മാരുതി ബാറ്ററിക്ക് 8 വർഷം വാറണ്ടി നൽകുന്നുണ്ട്. കൂടാതെ ഏർലി ബേർഡ് ഓഫറായിട്ട് 50,000 രൂപയിൽ വരുന്ന 7.2 കിലോവാട്ടിൻ്റെ ഹോം ചാർജറും ഇൻസ്റ്റാളേഷനും ഫ്രീ ആണ്. പിന്നെ 1 വർഷം വരെ ഏതൊരു മാരുതി ഔട്ട്ലെറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് ചാർജിങ് ചെയ്യാം. EV വാങ്ങുമ്പോൾ അതിൻ്റെ റീസെയിൽ വാല്യൂവിനെ കുറിച്ച് പലർക്കും ആശങ്കയുണ്ടാവും. എന്നാൽ മാരുതി അതിനും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വാഹനം വിൽക്കുകയാണെങ്കിൽ അതിന് 60% അഷ്വേർഡ് ബൈബാക്കാണ് മാരുതി ഓഫർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ 4 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50% അഷ്വേർഡ് ബൈബാക്കും ഇവിടെ മാരുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ആശങ്കയും വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാരുതി ഈ വിറ്റാര അത് മാരുതിയുടെ വിശ്വാസ്യതയും ആധുനിക ടെക്നോളജിയും ഒരുമിച്ചുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിറ്റാര എന്തായാലും ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതെന്തായാലും മടിക്കാതെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.